ആ മക്കളെ, ഈ രാത്രി എവിടെ പോവാന്നുള്ളത് നിങ്ങളെ അല്ല ആലോചന അല്ലേ? ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ സന്ദേശം നൽകുന്ന ഒരു മനുഷ്യനെ കാണാൻ പോണം. വാവേ മുത്തേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മാണിക്കേ കല്ലേ, എന്റെ മുത്ത് മണി സുഖാണ്. ഒരുപാട് ആളെ സുഖാണ്. അൽഹംദുലില്ലാ. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടലും കഫക്കെട്ടായിട്ട് അങ്ങനെ കൊച്ചൊക്കെ ഭയങ്കര നിൽക്കാത്ത കുറെ കൊച്ചൊക്കെ കാലിന്റെ ഇവിടെ ചെറുതായിട്ട് നടക്കി അങ്ങനെ ഉരുളാനൊക്കെ. നിങ്ങൾക്ക് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അറിയോ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ലോകത്തൊരു മനുഷ്യനും പരിമിതികളില്ലെന്ന് മനസ്സിലാകും. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വണ്ടി കച്ചവടം നടത്തുന്നത്, വേറെ പല പരിപാടിയും മൊബൈൽ ഉപയോഗിച്ച് നടത്തുന്നു, ആരോഗ്യത്തോടുകൂടി ജീവിച്ച് എല്ലാം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യരെ പലപ്പോഴും നിരാശരാണ്. അതില്ല ഇതില്ല എന്നുള്ളത്. നിങ്ങളല്ലേ ഹാപ്പി? അൽഹംദുലില്ലാ. നിങ്ങൾ സന്തോഷമാണല്ലേ? ഒന്നും കൂടെ പറയാം അൽഹംദുലില്ലാ. ഒരുപാട് അൽഹംദുലില്ലാ. ഒരു കുറവില്ലല്ലോ, ഒരു പ്രയാസമില്ലല്ലോ. കാരണം നടക്കാൻ കഴിയുന്ന ആളുകൾക്ക് പോലും പല മാനസിക ടെൻഷനോ കാരണം ആത്മഹത്യ ചെയ്യണേ. അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഞാന്. ഒരു ഇരിക്കാനും നടക്കാനും കഴിയാത്ത ഞാന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോണേ. കല്യാണം കഴിഞ്ഞ ഒരു 2 കുട്ടികളുണ്ട്. കുട്ടി വായോ അത് പരിചയപ്പെടാനാണ് ഉസ്താദ്. എന്റെ പേരറിഞ്ഞുട്ടാ പേരെന്താ? നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടാരൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ നിങ്ങളെ വിളിച്ചൊക്കെ സുഖയ്യ പറഞ്ഞു. എന്തായാലും സ്റ്റേജുമ്പോ ലൈവ് കാണുമ്പോ സ്റ്റേജുമ്പോ കണ്ടെത്തിനെ ഞങ്ങളെ വിളിച്ചു. മൊബൈലിൽ ലൈവൊക്കെ കണ്ടോണ്ടിരിക്കാണ്. അപ്പോഴാണ് വരാൻ പറ്റാത്തതിൽ അവിടെ പരിപാടിക്ക് വരാൻ നല്ല സങ്കടം ഉണ്ട്. നിങ്ങളുടെ വർത്താനം എന്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, മനുഷ്യർക്ക് ലോകത്ത് പരിമിതികളില്ലെന്ന്. ഇല്ല, പരിമിതി നിങ്ങൾ ജീവിച്ച് കാണിക്കില്ലേ? പരിമിതി ഇല്ലെന്ന് ജീവിച്ച് കാണിക്കാറുണ്ട്. പോസിറ്റീവാണ്. ഉമ്മ ജീവിച്ചിരിപ്പുള്ളതേ. ഉമ്മേനെ ഭക്ഷണം വാങ്ങി തന്നീനോ, ഒരു ഗ്ലാസ് വെള്ളം വരെ കൊടുത്തീന് ഉമ്മേനെ വായിക്ക് വെച്ചീന്. ഉമ്മ മരിച്ചൊക്കെ ഞാനും എന്നെ പഠിച്ചവനോട് മരിപ്പിക്കാൻ തോരന്നിട്ടില്ല. കാരണം എനിക്ക് പഠിച്ചവനോട് ആരോഗ്യം തരാനാ പറഞ്ഞത്. അതുവരെ ഒരു കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ജീവിതത്തില് ഞാൻ ഉമ്മ മരിച്ചതിന്റെ പേരിൽ ഉമ്മക്ക് പഠിച്ചവന് ആരോഗ്യം എനിക്ക് തന്നു. ഉമ്മാന്റെ മരിക്കലിന്റെ മുമ്പ് ഉമ്മക്ക് കിഡ്നിക്ക് അസുഖമായിരുന്നു. ഉമ്മ അന്ന് കരഞ്ഞിന്ന് ഒരു കരച്ചിൽ, എന്റെ കുട്ടികൾ ഒറ്റയ്ക്കായിരുന്നോ, എനിക്ക് വയ്യാതായിരുന്നോ, ഞാൻ പോയാൽ എനിക്ക് എന്റെ കുട്ടിയെ കാണില്ലല്ലോ. പക്ഷെ അൽഹംദുലില്ലാ ഉമ്മാന്റെ ആ കരച്ചിലിന്റെ ഉമ്മ എനിക്ക് നല്ലൊരു പെണ്ണിനെ തന്ന് ഞാൻ കല്യാണം കഴിഞ്ഞോ, ഓളെ എന്നെ നോക്കണ്ടേ, എനിക്കും ആരോഗ്യം തന്നു. അൽഹംദുലില്ലാ. നിങ്ങളെ പോലെ പോസിറ്റീവാണ് നിങ്ങളുടെ ഭാര്യ. അതെ അല്ലേ? അതെ.